വർഷം മഞ്ഞുമൽ ബോയ്സിന്റെ വേൾഡ് വൈഡ് റെക്കോർഡ് കളക്ഷൻ തകർത്തതും 2018 കേരള റെക്കോർഡ് തകർത്തതും ലാലേട്ടൻ സിനിമകൾ തന്നെ. ഇന്ന് നമ്മൾ നോക്കുന്നത് ഹയസ്റ്റ് ഗ്രോസിംഗ് മോളിവുഡ് മൂവീസ് വേൾഡ് വൈഡ് ടോപ്പ് 10. 10th പൊസിഷനിലുള്ളത് ജിതിൻ ലാൽ ടൊവിനോ കൂട്ടുകെട്ടിൽ വന്ന അജയന്റെ രണ്ടാം മോഷണം, വേൾഡ് വൈഡ് കളക്ഷൻ 106 crore. 9th പൊസിഷനിൽ വന്നത് പൃഥ്വിരാജ് ലാലേട്ടൻ കൂട്ടുകെട്ടിൽ വന്ന ലൂസിഫർ, വേൾഡ് വൈഡ് കളക്ഷൻ 128 crore. 8th പൊസിഷനിലുള്ളത് ഗിരീഷ് ഏടി നസ്ലിൻ കൂട്ടുകെട്ടിൽ വന്ന പ്രേമലു, വേൾഡ് വൈഡ് കളക്ഷൻ 135 crore. 7th പൊസിഷനിലുള്ളത് വൈശാഖ് ലാലേട്ടൻ കോംബോയിൽ വന്ന പുലിമുരുകൻ, വേൾഡ് വൈഡ് കളക്ഷൻ 145 crore. 6th പൊസിഷനിലുള്ളത് ജിത്തു മാധവ് ഫഹദ് ഫാസിൽ കൂട്ടുകെട്ടിൽ വന്ന ആവേശം, വേൾഡ് വൈഡ് കളക്ഷൻ 155 crore. 5th പൊസിഷനിലുള്ളത് ബ്ലസ്സി പൃഥ്വിരാജ് കൂട്ടുകെട്ടിൽ വന്ന ആടുജീവിതം, വേൾഡ് വൈഡ് കളക്ഷൻ 158 crore. 4th പൊസിഷനിലുള്ളത് ജൂഡ് ആന്റണി ടൊവിനോ ആസിഫ് അലി കൂട്ടുകെട്ടിൽ വന്ന 2018, വേൾഡ് വൈഡ് കളക്ഷൻ 175 crore. 3rd പൊസിഷനിലുള്ളത് തരുൺ മൂർത്തി ലാലേട്ടൻ കോംബോയിൽ വന്ന തുടരും, വേൾഡ് വൈഡ് കളക്ഷൻ 232 crore. 2nd പൊസിഷനിലുള്ളത് ചിദംബരത്തിന്റെയും പിള്ളേരുടെയും മഞ്ഞുമൽ ബോയ്സ് ആണ്, വേൾഡ് വൈഡ് കളക്ഷൻ 241 crore. 1st പൊസിഷനിലുള്ളത് പൃഥ്വി ലാലേട്ടൻ കോംബോയിൽ ഈ വർഷം ഇറങ്ങിയ എമ്പുരാനാണ്. സമ്മിശ്ര പ്രതികരണമായിട്ടും ചിത്രം നേടിയത് 265 കോടി. ഇപ്പോഴത്തെ അവസ്ഥയിൽ ടോപ്പ് 1 അടിക്കുക അത്ര എളുപ്പമല്ല. എന്തിന്, ടോപ്പ് 10ൽ കയറണമെങ്കിൽ മിനിമം 106 കോടിയെങ്കിലും നേടണം. ചുരുക്കം പറഞ്ഞ കാര്യങ്ങൾ പണ്ടത്തെ പോലെ അത്ര എളുപ്പമല്ല. ഇനി ടോപ്പ് 10ൽ കയറാൻ നിങ്ങൾ സാധ്യത കാണുന്ന ചിത്രം ഏത്? കമന്റ് ബിലോ.